ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വൈശാഖ മാസ്റ്റർ, MD ഇല്ലാത്ത, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വാസവട്ടനില്ലാത്ത ഒരു തുഞ്ചലുത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, തുഞ്ചൻപറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും തുഞ്ചനുത്സവം ഒരു സാഹിത്യോത്സവമാക്കി മാറ്റുന്നതിനും MD വഹിച്ച പങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരൂർക്കാരോട് പറയേണ്ട ആവശ്യമില്ല. 35 വർഷക്കാലം തുഞ്ചൻ സ്മാരക കമ്മിറ്റിയുടെയും ട്രസ്റ്റിൻ്റെയും ചുമതലക്കാരനായി നമ്മളോടൊപ്പം ഒരു സാധാരണ സംഘാടകൻ തൊട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നമുക്കെല്ലാം ഒരു കാരണവരായി നമ്മളോടൊപ്പം കഴിഞ്ഞ 35 വർഷക്കാലം നിന്ന MD ഇല്ലാത്ത ഒരു തുഞ്ചനുത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷ തുഞ്ചനുത്സവം MTPക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന തീരുമാനം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് എടുത്തിട്ടുള്ളത്. തുഞ്ചൻപറമ്പിനെ ഏതു രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം എന്നതിനെ സംബന്ധിച്ച് MDക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അത് കുറേ സ്വപ്നങ്ങൾ പൂവണിക്കാൻ കഴിഞ്ഞു. ഇനിയും കുറേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാം. എനിക്ക് വിശദമായി കിടക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് ഓരോന്ന് നിർവഹിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരുടെയും MDയെ സ്നേഹിക്കുന്ന, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സഹകരണത്തോടു കൂടി കുറേ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ചർച്ചകളും ഇടപെടലുകളും നമുക്ക് പുതിയ രൂപത്തിലേക്കുള്ള ആശയങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇന്നത്തെ ഈ പരിപാടിയെ സംബന്ധിച്ച് നമുക്കറിയാം, MDയുടെ ഏറ്റവും പ്രിയപ്പെട്ട, MDയെ സ്നേഹിക്കുകയും MDയോടൊപ്പം വളരെ കാലം സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇടപെടുകയും MDയെ വളരെ ആദരപൂർവ്വം കാണുകയും ചെയ്തിട്ടുള്ള ഒരു മഹനീയമായ വ്യക്തിയാണ് ഈ പ്രാവശ്യ തുഞ്ചനുത്സവം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീമതി ശിവശങ്കരിയെ സംബന്ധിച്ചിടത്തോളം തിരൂർക്കാർക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പ്രശസ്തയായ ഒരു തമിഴ് സാഹിത്യകാരി എന്നൊരുപരിയായിക്കൊണ്ട് MDയിൽ കൂടി തുഞ്ചൻപറമ്പിൻ്റെ ഏറ്റവും ഒരു മിത്രമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശിവശങ്കരി. ഒരു തവണയല്ല, നിരവധി തവണ അവരിവിടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കടന്നു വന്നപ്പോൾ നമ്മുടെ തുഞ്ചൻപറമ്പിൻ്റെ വികസനത്തിന് വേണ്ടി ആദ്യമായി സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രഗത്ഭയായ സാഹിത്യകാരിയാണ് ശ്രീമതി ശിവശങ്കരി. അന്ന് 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപ വലിയ സംഖ്യ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ന് സമൂഹത്തിൽ വലിയ സംഖ്യ അല്ലെങ്കിലും, പക്ഷെ അന്ന് തുഞ്ചൻ സ്മാരകത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും MDയുടെ പ്രവർത്തനത്തെ സഹകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞന്ന് പ്രഖ്യാപനം നടത്തി നമുക്കറിയുന്ന. അതിനുശേഷവും അവരിവിടെ വന്നിട്ടുണ്ട് നമുക്കുള്ളത്. അപ്പോൾ ഈ വർഷം തുഞ്ചനുത്സവത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഈ ഉത്സവം ആര് ഉദ്ഘാടനം ചെയ്യണം എന്ന് തോന്നി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിന് തീരുമാനമെടുത്തത് ശിവശങ്കരി ആവട്ടെ എന്ന തീരുമാനമാണ് ഞങ്ങൾ ഏകകണ്ഠമായി എടുത്തിട്ടുള്ളത്. അത് MDയോടും അവരോടും ചെയ്യുന്ന ഞങ്ങളുടെ കടപ്പാടായിട്ടാണ് ഞങ്ങളെ കണ്ടത്. തമിഴ് സാഹിത്യത്തിൽ 37 നോവലുകൾ, 49 ലഘു നോവലുകൾ,
16 യാത്രാവിവരണങ്ങൾ, 7 ലേഖന പരമ്പരകൾ, 5 ചെറുകഥാ സമാഹാരം, 7 ഗവേഷണ പ്രബന്ധങ്ങൾ, 4 ജീവചരിത്രങ്ങൾ, 4 ബാലസാഹിത്യം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സരസ്വതി സമ്മാൻ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മഹനീയമായ, നമുക്കെല്ലാം ആദരണീയ വ്യക്തിയാണ് ശ്രീമതി ശിവശങ്കരി. ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് തിരൂർക്കാർക്ക് വേണ്ടി MTയുടെ സ്മരണകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമുക്കറിയാം, പ്രിയപ്പെട്ട വൈശാഖ മാഷാണ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ 3 ദശകത്തോളമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന, നമ്മളിൽ ഒരുവനായും നമുക്കൊപ്പം നിൽക്കുകയും നമുക്ക് നേതൃത്വം നൽകിയെന്ന പ്രിയപ്പെട്ട വൈശാഖ മാസ്റ്ററെ ഈ അധ്യക്ഷ പദവിയിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും സൗഹാർദ്ദപൂർണമായ രൂപത്തിലേക്കുള്ള എല്ലാ ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സമദാനി MP. അല്ലാത്ത കാലത്തും അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോടൊപ്പം നിന്നല്ലാണ്. മാത്രമല്ല, നമുക്കിവിടെ MT കൊണ്ടുവന്നിട്ടുള്ള പ്രഗത്ഭരായ, നമുക്കറിയാം ഉറുദു സാഹിത്യകാരനായിട്ടുള്ള, അന്ന് നമുക്ക് പരിഭാഷയ്ക്ക് ആരെ വേണം തിരഞ്ഞെടുക്കുമ്പോൾ MT പറഞ്ഞത് നമുക്ക് സമദാനിയെ വിളിക്കാം എന്നാണ്. അതിനു മുമ്പും സമദാനി ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തുഞ്ചൻപറമ്പിലുമായിട്ടുള്ള ബന്ധം നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ ഒരു സാംസ്കാരികമായ മനസ്സുണ്ടാകുന്ന എല്ലാവരെ പോലെ തന്നെയും അദ്ദേഹം തുഞ്ചൻപറമ്പുമായിട്ടുള്ള ബന്ധം, ഇതിന് അഭേദ്യമായ ബന്ധമാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സമദാനിയെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹമാണ് നമ്മുടെ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പുസ്തകോത്സവം എന്ന ആശയം MT രൂപം നൽകിയതാണ് നമുക്കുള്ളത്. ഇവിടെ ഞാനങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത് തെറ്റ് പറയാൻ പറ്റില്ല, തെറ്റ് പറയുമെന്ന് എനിക്കറിയില്ല, പറഞ്ഞാൽ ക്ഷമിക്കണം. ഇവിടെ ആനമയിലൊട്ടൊക്കെയായിരുന്നു ഉത്സവത്തിനുണ്ടായിരുന്നു. അത് ശിവശങ്കരിക്ക് അറിയുമായിരിക്കില്ല, പക്ഷേ നമുക്കറിയാം, സമദാനിക്കും കുരുക്കോളിക്കും എനിക്കൊക്കെ അറിയുന്നതാണ്. അതാണ് ഉത്സവം ഉണ്ടായിരുന്നത്. അതിന്ന് മാറ്റം വന്നൊരു സാംസ്കാരികോത്സവമാക്കി മാറ്റണം എന്ന MTയുടെ, ഒരു സാഹിത്യോത്സവമാക്കി മാറ്റണം MTയുടെ കടുത്ത തീരുമാനം ആദ്യത്തെ യോഗത്തിൽ എനിക്കറിയാം. ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഞാൻ MTക്ക് വന്ന ആദ്യത്തെ യോഗത്തിൽ MT പറഞ്ഞത് ഇത് പൊളിച്ചെഴുതണമെന്നാണ് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്നെടുത്ത തീരുമാനത്തിൻ്റെ ആ വർഷം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽക്ക് നമ്മൾ പുസ്തകോത്സവം ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു നമുക്കുള്ളത്. അപ്പോൾ ആ പുസ്തകോത്സവം നമ്മൾ എല്ലാ വർഷവും ഇവിടെ നടത്തുന്നുണ്ട്. നല്ല അത്യാവശ്യം മോശമല്ലാത്ത സെയിൽസും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആ പുസ്തകോത്സവത്തിൻ്റെ ഈ വർഷത്തെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സമദാനി നിർവഹിക്കുന്നത്. ഒരിക്കലും വായന മരിക്കില്ല എന്നതാണ് സത്യം. അത് ഉദ്ഘോഷിക്കുന്നതാണ് പുസ്തകോത്സവം. നമ്മുടെ പ്രിയപ്പെട്ട MLA കുരുക്കോളി മൊയ്തീൻ ഇവിടെ പ്രദർശന ഉദ്ഘാടനമാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉത്തമൻ, നമുക്കറിയാം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് ഉത്തമനെ സംബന്ധിച്ചിടത്തോളം. ഉത്തമൻ പകർത്തിയിട്ടുള്ള MTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോകളുടെ ശേഖരങ്ങളിൽ നിന്നുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ ഈ വർഷം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ആ പ്രദർശനം കാണുമ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന MTയുമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത്രയും മനോഹരമായ രൂപത്തിലേക്കുള്ള ഫോട്ടോകളാണ് ഓരോ ആ നിമിഷങ്ങളൊക്കെ പകർത്തിയത്. നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് ഉത്തമൻ. ഞാൻ ഉത്തമനെ അഭിനന്ദിക്കുന്നു. നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മകൾ ഉണ്ടാവുന്ന ഒരുപാട് ഫോട്ടോകൾ നമുക്കെന്നും നമുക്ക് കാണാനുള്ള സാഹചര്യമുണ്ടാക്കിയ പ്രിയപ്പെട്ട ഉത്തമനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രദർശനോദ്ഘാടനം നിർവഹിക്കുന്നത് കുരുക്കോളി മൊയ്തീൻ MLA ആണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് അതിമനോഹരമായ രൂപത്തിലേക്ക് നമ്മുടെ ONVയുടെ ഗോതമ്പെന്ന ആ മനോഹരമായ കാവ്യം ഇവിടെ ആരംഭിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾക്ക് കുട്ടിയായിട്ടുള്ള ശ്യാമള, നമ്മളെ സംബന്ധിച്ചുള്ള ശ്യാമ,
അത് അതിമനോഹരമായി ആണ് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് പലതും അത് ONV കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരികയാണ് ആ കവിത കേൾക്കുന്ന അവസരത്തിലേക്ക്. അപ്പോൾ ശ്യാമയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന സുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഇന്ന് എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുന്ന, അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് MTയുടെ ജീവചരിത്രം എഴുതി മാതൃകയിൽ പ്രകാശിക്കാൻ പോവുകയാണത്. പ്രിയപ്പെട്ട ശ്രീകുമാരനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ വൈശാഖനെ ക്ഷണിക്കുന്നു.